മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിയമക്കുരുക്കിലേക്ക് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ ദുരുദ്ദേശമുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്തൊക്കെയാണ് SIT പറയുന്നത്? അഭിലാഷ്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ഇപ്പോൾ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതെ എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് എത്തുന്നത്. 2025 ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ നടപടി മരാമത്ത് വിഭാഗത്തെ അറിയിക്കാത്തത് ഹൈക്കോടതി ഈ വിവരം അറിയാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊരു വിലയിരുത്തലാണുള്ളത്. മരാമത്ത് വിഭാഗത്തെ ഇത് അറിയിച്ചാൽ സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം അറിയും. അങ്ങനെയെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതി ഈ വിവരം അറിയാൻ ഇടയുണ്ട്. ആ ഒരു സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതെ പാളികൾ കൊണ്ടുപോയി എന്ന വിലയിരുത്തലാണ്. ഇത് സംബന്ധിച്ച് ചില മൊഴികളും SITക്ക് ലഭിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക്, കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് 2025 നീക്കത്തിലും കേസെടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ PS പ്രശാന്തിനെതിരെയും മുൻ അംഗം അജികുമാറിനെതിരെയും ഒക്കെ കേസ് വരുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയ്ക്ക് നേരത്തെ നടന്ന 2018 നടന്ന ദേവപ്രശ്നം മറയാക്കിയെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2018 ജൂൺ 15 അഷ്ടമംഗല ദേവപ്രശ്നം ശബരിമലയിൽ നടന്നത്. ഇതിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പകർപ്പിൽ വ്യക്തമാക്കുന്നത് ശ്രീകോവിൽ വാതിലിലും കട്ടളയിലും വൈകല്യമുണ്ടെന്നാണ് ഈ ചാർത്തിൽ പറയുന്നത്. അതോടൊപ്പം അയ്യപ്പന്റെ യോഗദണ്ഡിലും രുദ്രാക്ഷത്തിലും വൈകല്യമുണ്ടെന്നും ഈ ചാർത്തിൽ പറയുന്നുണ്ട്. 2019 വാതിലും കട്ടളയും മാറ്റുന്നതിന്റെ മറവിൽ സ്വർണ്ണക്കൊള്ള നടന്നു. അതായത് 2018 ദേവപ്രശ്നം നടക്കുന്നു. തൊട്ടടുത്ത വർഷം ഇവിടെ സ്വർണ്ണക്കൊള്ള നടക്കുന്നു. അന്തരിച്ച തന്ത്രിയുടെ മകനെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന നിർദ്ദേശവും ദേവപ്രശ്നത്തിലുണ്ടായി. കണ്ഠരര് മോഹനർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണമെന്ന ശുപാർശയാണ് ഉണ്ടായത്. നമുക്കറിയാം, കണ്ഠരർ മോഹനരുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നതാണ്. അദ്ദേഹം ഒരു ഫ്ളാറ്റിൽ പോവുകയും വനിതാ ഗുണ്ടയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന് വലിയ വിവാദമായ സംഭവമാണ്. തന്ത്രി കുടുംബാംഗത്തെ കൂടി ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായി. 18ാം പടിക്ക് മുകളിലെ മേൽക്കൂര പരിഷ്കരിക്കണമെന്നും പ്രശ്നവിധിയിൽ പറഞ്ഞിരുന്നു. അശാസ്ത്രീയമായ മേൽക്കൂര മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ നിർമ്മിതി സ്പോൺസർ ചെയ്ത് എത്തുന്നത്. ഈ ദേവപ്രശ്നവും വിശദമായി ഇപ്പോൾ SIT പരിശോധിക്കുന്നുണ്ട്. പ്രശ്നം നടത്തിയവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അഭിലാഷ്, യെസ്, അതായത് നിലവിൽ PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്നടക്കം പലപ്പോഴായി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിലൊന്നും തനിക്ക് ഒരു പങ്കുമില്ല എന്ന ആവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രശാന്ത് കൂടി അറിഞ്ഞിരുന്നു എന്നും അതിൽ ദുരുദ്ദേശമുണ്ട് എന്നും തന്നെയാണല്ലോ ഇപ്പോൾ SIT പറയുന്നത്. അഭിലാഷ്, ഇത് മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആരായുമ്പോൾ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാകട്ടെ, PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാകട്ടെ, ഇവരെല്ലാം തന്നെ ക്ഷോഭിച്ച് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതായത് അകാരണമായി മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ഒരു രീതിയും ശൈലിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് അങ്ങനെ നടന്നു, ഇവർക്ക് അതിന്റെ ഒരു ആധി ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ട് ഇവർ ആ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തി എന്നതാണ്. പത്മകുമാറിനെ ഒന്നും സമീപിക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയും ഒക്കെ. ഏതായിരുന്നാലും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് എല്ലാം മറച്ചുവെച്ചുള്ള ഇടപാടുകളാണ് നടത്തിയതെന്ന കാര്യം വളരെ വ്യക്തമാണ്. 2015 സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് മരാമത്ത് വകുപ്പിനെ അറിയിച്ചിട്ടില്ല എന്ന വിവരമാണ്. അങ്ങനെയെങ്കിൽ ദേവസ്വം കമ്മീഷണർ ഈ വിവരം അറിയും. അങ്ങനെ സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ മുമ്പിലെത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഒളിച്ചുകളി നടത്തിയതെന്ന് വ്യക്തം. ഇതിൽ കൂടുതൽ ചില മൊഴികൾ ഇപ്പോൾ തന്നെ SITക്ക് ലഭിച്ചതായ വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ 2025 സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ സംഭവത്തിലും കേസെടുക്കുന്ന നിലയുണ്ടാകും. അങ്ങനെയെങ്കിൽ PS പ്രശാന്തിനെതിരെയും കേസെടുക്കുന്ന നിലയുണ്ടാകും. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവപ്രശ്നം ഇതിനെല്ലാം മറയാക്കി എന്ന വിവരം കൂടി വരുന്നുണ്ട്. 2018 ജൂണിലാണ് ദേവപ്രശ്നം നടക്കുന്നത്. അതിൽ ഈ ശ്രീകോവിലിന്റെ വാതിലിലും കട്ടളയിലും വൈകല്യമുണ്ടെന്ന് ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട്. അയ്യപ്പന്റെ യോഗദണ്ഡിലും രുദ്രാക്ഷത്തിലും വൈകല്യമുണ്ടെന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നം നടത്തിയവരെയും ഇങ്ങനെയുള്ള വിധികൾ പറഞ്ഞവരെയും
വിശദമായി അവരിൽ നിന്ന് മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം 2018 ഈ ദേവപ്രശ്നം നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂർണ്ണമായും പാളികൾ കൊണ്ടുപോകുന്ന ഒരു നിലയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവപ്രശ്നം ഈ കൊള്ളയ്ക്ക് അടിസ്ഥാനമാക്കി എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും പ്രശാന്തിന്റെ കൂടി അറിവോടുകൂടി കാര്യങ്ങൾ നടക്കുന്നു. ഇതിൽ ദുരുദ്ദേശമുണ്ട് എന്ന് SIT കണ്ടെത്തുന്ന പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുരുക്കുമുറുകുന്ന സാഹചര്യം എന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.